ഹായ് എനിക്കുള്ളതായി ഹായ്. അവനവൻ്റെ ബാഗ് അവനവൻ തന്നെ പിടിക്കണം, അതാണ് അതിൻ്റേതായിട്ടുള്ളൊരു നിയമം. കിഷുവിൻ്റെ ബാഗ് കിഷു തൂക്കുക, നിന്റെ ബാഗ് നീ തൂക്കുക. ഞാൻ അവൻ്റെ ബാഗ് വേണമെന്നെങ്കിൽ നിനക്ക് തൂക്കാം. ഞാൻ എൻ്റെ ഈ ബാഗേ തൂക്കുള്ളൂ, ലാബ് ബാഗ്. കുറെ നാളായി ലാബ് ബാഗ് ട്രിപ്പ് പോയിട്ട്. എന്തിനാ വരണേ? നമ്മൾ സ്കോട്ട്ലൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. സമയം പറഞ്ഞ സാധനമില്ല, അതിൻ്റെ ഇടയിലാണ് ഇവിടെ കിടന്ന് ഓട്ടിക്കൊണ്ടിരിക്കണത്. എന്താവും അറിയില്ല. വിടടാ, കൈ വിടടാ. നിന്റെ അച്ഛനാളാ കാണിക്ക്. നിന്റെ അച്ഛനാളാ പറയണത്. ക്രഷ് കാണിക്കടാ. എന്റെ ബാഗ് എന്റെ പ്രശ്നം എവിടെ? നീ എന്താണ്? നീ മുത്താണോ? നീ ഉണ്ടാണ്. നീ ഉണ്ടാവുന്ന ഒരു മിനിറ്റ് കാണിക്കേ. ഒരു മിനിറ്റ് അനുവാദം കൂടാതെ നീ എന്റെ ബ്രഷ് എടുത്തു. കാണിക്കേ, വേ കാണിക്കടാ. അതെ, ഫോക്കസ് ചെയ്തിട്ട്. എന്താണ് ശരിക്കും പല്ലേക്കുന്നവർക്ക് ഈ ബ്രഷ് ഒക്കെ മതി. ഇത് ബ്രഷ് ആയിട്ടാണ്. എന്താ എന്താ യൂഷുപ്പ് ചോദിക്കട്ടെ, എന്റെ ക്ലൗ കിച്ചപ്പൂ, നീ ഇതിട്ട് നോക്ക്. നിനക്ക് നന്നായിട്ടോ നോക്കട്ടെ. ഇട്ട് നോക്ക്, നന്നായിട്ടോ നോക്കട്ടെ. നോക്കട്ടെ. കുപ്പി അവിടെ വെച്ചിട്ട് വെക്കി, രണ്ട് കൈയോടെ വെക്കുന്നുണ്ട്. ഇതാ സ്റ്റൈലാണ്, സ്റ്റൈൽ ഇതാ. നന്നായിട്ടോ? എനിക്കിഷ്ടായോ അത്? ശരി, എന്നാ അതിട്ടോ. എന്നാ അതെടുത്തോ. ഓക്കെ. അച്ഛക്കോ ക്ലാസ് എവിടെ? റെഡി ആയിരിക്കാണ്. കിച്ചപ്പ് റെഡിയാണോ? അപ്പൊ ഒരു ലോഡ് സാധനങ്ങളുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇറങ്ങാൻ പോകട്ടെ വീട്ടിന്ന്. മനുവേട്ടൻ്റെ ആണെന്ന്. ഇത് വേണോ? ഇത് വേണോ? ഇത് വേണോ? അത് വേണോ? എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിച്ചോളുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഹാവലിന് കയറി. ഇപ്പൊ നമ്മൾ ട്രെയിനിലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തും. ഭയങ്കര വിശപ്പുണ്ട്. നമ്മൾ കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ക്രോയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ ലൂട്ടനെയാണ് കൂട്ടിക്കാണ് വേറൊരു ട്രെയിൻ കയറണം. ഇഷ്ടമായോ അയച്ച? എടുത്തോ. ചക്കരയാണ്, ചക്കര. കാറോ? പിന്നാലതാ അതാ പിന്നാലെ കിച്ചപ്പോഴ സ്ട്രോളർ. ബാക്കിലേക്ക് നോക്ക്. എവിടെ സ്ഥലം കണ്ടാലും തുടയ്ക്കും. കിച്ചപ്പൂ, ചളി ഉണ്ടോ അവിടെ? ആണോ? ഇപ്പൊ ക്ലീൻ ആയോ? ഇല്ലേ, അവിടെ ചളി നിറയെ. എന്തൊരു ചളിയാ. ഇവൻ എന്റെ മകൻ തന്നെ. അല്ല, ഞാൻ വൃത്തിയുടെ കാര്യം ഉദ്ദേശിച്ചത്. എക്സ്ക്യൂസ് മീ. Look. You sound as if you're arguing. I don't understand what you're doing. You work for a company and you get paid. Kitchums. So why do you listen to the customers and let them and do what the customers say? Customers are right. അങ്ങനെ ഫൈനലി ഞങ്ങൾ ലൂട്ടൺ എയർപോർട്ട് പാർക്ക് വേ ആണ്. 2 സ്റ്റോപ്പ് ഉണ്ട്. ലൂട്ടൺ എയർപോർട്ട് പാർക്ക് വേ ഉണ്ട്, ലൂട്ടൺ എയർപോർട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ അവിടേക്കല്ല എടുത്തത്. കാരണം നമുക്ക് ഇവിടെ എത്തുമ്പോഴേക്കും എന്തായാലും വിശക്കെന്ന് പറയാം. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് ട്രാവൽ ചെയ്യാൻ. ഇപ്പോൾ രാത്രിയായി, ഏകദേശം 8 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ നമ്മൾ ഏകദേശം 6-7 മണിക്കൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും വിശക്കുണ്ടാവും അറിയാം. പിന്നെ എയർപോർട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സാധനത്തിനൊക്കെ നല്ല വിലയായിരിക്കും. അങ്ങനെ ഞങ്ങളിവിടെ പുറത്തിറങ്ങി ഞങ്ങളൊരു മെക്ഡി കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു. അടുത്ത് തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിതേ മെക്ഡി എത്തി, ഒന്ന് ഫ്രഷായി. എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ.
ടേബിളിലേക്ക് അവർ കൊണ്ട് തരും. അപ്പം നമ്മൾ കഴിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ, കാരണം ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാലും 1.5 hours ഉള്ളൂ ഫ്ലൈറ്റ് ജേണി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 4 minute ഉള്ളൂ കാറിൽ ലൂട്ടൺ എയർപോർട്ടിലേക്ക്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ സ്ട്രോളറൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര കഷ്ടമായിരുന്നു ഞങ്ങൾക്ക്. കാരണം കാറിലേക്ക് വെക്കുമ്പോൾ എല്ലാം അത് മടക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ട്രെയിനിൽ നിന്നാണെങ്കിലും പൊക്കി വെക്കണം. അപ്പോൾ അങ്ങനത്തെ പിന്നെ സ്റ്റെപ്പൊക്കെ കയറുമ്പോഴൊക്കെ സ്ട്രോളർ ഉള്ളതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇവനുള്ളതിൻ്റെ ഒക്കെ. പിന്നെ ഞാൻ ഒരു കോഫി വാങ്ങി കുടിച്ചിട്ടുണ്ട്, എനിക്ക് വയ്യ, കോഫി അല്ല ഹോട്ട് ചോക്ലേറ്റ്. അങ്ങനെ ഞങ്ങളിത് എയർപോർട്ട് എത്തി. അവിടെ നിന്ന് പിന്നെ നമ്മുടെ കണക്ഷൻ ബസ് ഉണ്ടല്ലോ ഉള്ളിലേക്ക് ഷട്ടിൽ അടിക്കുന്നത്, അപ്പോൾ അവിടേക്ക് പോകണത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഫ്ലൈറ്റ് എന്നൊക്കെ പോകുന്നതൊക്കെ. അപ്പോൾ കിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അവരിനി ലൂട്ടണിലേക്ക് നേരിട്ട് വരിക ചെയ്യാം, കാരണം അവരവിടെ താമസിക്കണത് ലൂട്ടണിൽ തന്നെയാണ്, അതുകൊണ്ട് അവർക്ക് വരാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം സമയം 7 മണിയായി. നമ്മുടെ ഫ്ലൈറ്റ് 8 മണിക്കാണ്. നമ്മൾ പക്കാ ലേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കണേ. നമ്മളിപ്പോൾ ലണ്ടൻ ലൂട്ടൺ എയർപോർട്ട് എത്തി. സത്യം പറയാലോ, വീട്ടിൽ പോയാൽ മതി എന്നുള്ള അവസ്ഥയാണ്. കാരണം ഒരുപാട് ട്രാവലിംഗ് ആയ പോലൊരു ഫീലുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓരോരോ ഇതിനാണല്ലോ നമ്മൾ ഓരോ ലെസൺസ് പഠിക്കുന്നത്. പിന്നെ അടുത്ത നമ്മൾ ശരിക്കും ഗാറ്റ്വിക്ക് നിന്ന് എടുത്താൽ മതി എന്നുള്ളൊരു ലെസൺ നമ്മൾ പഠിച്ചു. അവിടെ നമുക്ക് പിന്നെ അടുത്താണ്, പൈസ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് നല്ലോണം ചിലവായി. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ പിള്ളേരെയും കൊണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത് ശരിയല്ല. അപ്പോൾ ഈ നേരം ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ബസ്സിലൊക്കെ ആണെങ്കിൽ ഈ നേരം കൊണ്ട് നമ്മൾ സ്കോട്ട്ലൻഡ് എത്തി 7 മണിക്കൂർ. അപ്പോൾ എന്താണെങ്കിലും എക്സൈറ്റഡ് ആണ് ആക്ച്വലി അതിൻ്റെ കൂടെ തന്നെ. പക്ഷെ നാളെ അവിടെ വരെ എത്തുന്നതിൻ്റെ വരെ ടെൻഷനുണ്ട് സത്യം പറഞ്ഞാൽ. നാളെ അല്ല, 1.5 മണിക്കൂറിൽ നമ്മൾ സ്കോട്ട്ലൻഡ് എത്തും. അതൊരു ആശ്വാസമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് കിച്ചപ്പോൾ ഇതേ ഉറക്കത്തിലാണ്. പിന്നെ സ്കോട്ട്ലൻഡ് എത്തിയിട്ട് കാണിച്ചു. അങ്ങനെ ഫൈനലി മുണ്ടക്കോട് ഹസ്ബൻഡ് ബിയാൻ ലച്ചുമി എത്തി. പിന്നെ ഷാ ഉണ്ടായിരുന്നു കൂടെ. നമ്മൾ ഡേർഡിലൂർ പോയപ്പോഴാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര ഡിസ്കഷനിലെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/2 മണിക്കൂറിൽ ഫ്ലൈറ്റാണ്, നമ്മൾ പക്കാ ലേറ്റാണ്, നമ്മൾ ഓടുകയായിരുന്നു ലിറ്ററലി. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്രീംസ് അതൊക്കെ ഒരു പേപ്പർ ഇതാക്കണം, കവറിലാക്കണം, ചാർജറുകൾ കവറിലാക്കണം, വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കളയണം. കുട്ടികളുടെ ഫുഡ് മാത്രമല്ല അവർ അലൗ ചെയ്യും, പക്ഷെ അവർ ചെക്ക് ചെയ്തിട്ടേ അത് ഇതാക്കുള്ളൂ. അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങളുടെ ക്രീംസൊക്കെ പോയി. അതായത് 100 മില്ലിക്ക് മുകളിലാണെങ്കിൽ അവർ എടുത്ത് വയ്ക്കും, അവർ തരില്ല. പിന്നെ ഈ ഒരു ചെക്കിങ്ങിൻ്റെ അവിടെ ശരിക്കും പറഞ്ഞാൽ കോമഡി ആയിരുന്നു. നമ്മളൊരൊറ്റ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. എല്ലാം ഷൂ ഊരുന്നു, ജാക്കറ്റ് ഊരുന്നു, ബാഗ് ഊരുന്നു, ബാഗിൽ നിന്ന് അത് മാറ്റുന്നു, ഇത് മാറ്റുന്നു. ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മളിത് ലിഫ്റ്റ് കയറിയിട്ട് ഇനിയിപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗേറ്റ് നമ്മുടെ ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ നമ്മൾ എത്തില്ല എന്നുള്ള, കാരണം 10 മിനിറ്റ് എങ്ങാണ്ട് ഇനി ഉള്ളൂ. 7:40 45 എങ്ങാണ്ടായി ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതാക്കുമ്പോഴേക്കും. 8 മണിക്കാണ് ഫ്ലൈറ്റ്. ഫൈനൽ കോളിലായിരുന്നു. ഞങ്ങൾ ഓടുകയാണെന്ന് പറഞ്ഞാൽ ഓടുക. അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്, അതുകൊണ്ടൊക്കെയാണ് ഈ ഇതായിരിക്കുന്നത്, പ്രോപ്പർ അല്ലാതിരിക്കുന്നത്. അപ്പോൾ പോയി ഞങ്ങൾ അവിടെ പോയി എത്തി. നമുക്ക് ഒന്നാമത് സ്ഥലം അറിയില്ല. ശരിക്കും കോമഡി സീനാണ്, കോമഡി. സത്യം പറയല്ലോ, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത്ര കോമഡി സാധനമായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഫുൾ നമ്മൾ ഡ്രസ്സ് ഊരുന്നു, കോട്ട് ഊരുന്നു, പാൻറ് ഊരുന്നു, ബാഗ് ഊരുന്നു, എല്ലാം ടെൻഷനാണ്. അത്ര ഓട്ടപ്പാച്ചിൽ. അവരെല്ലാം ചെക്ക് ചെയ്യും. ആകെ മൊത്തം അവിടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെ പടപടാന്ന്. വൻ കോമഡി ആയിരുന്നു പറഞ്ഞാൽ. നമ്മൾ 8 മണിക്ക് ഫ്ലൈറ്റ്, 7:30 ആയിപ്പോൾ സമയം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റ് കയറാൻ പോണത്. വൻ കോമഡിയാണ്. മനുവിൻ്റെ വാച്ച് പോയി. കോമഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ആരെങ്കിലും വീഡിയോ എടുക്കായിരുന്നെങ്കിൽ വിറ്റ് കോമഡി ആയിട്ടോ. മുണ്ടക്കോട് ഇവിടെ കുപ്പി തപ്പുന്നത് ഇത് കണ്ടല്ലോ. 8 മണിക്കാണ് ഫ്ലൈറ്റ്. വാ, 8 മണിക്കാണ്, അതല്ലേ പറയണ. വാ, അവിടെ പോയിട്ട് എടുക്കാം. മണ്ടന്മാർ ലണ്ടനിൽ. നമ്മള് ഫ്ലൈറ്റ് 8 മണിക്കാണ്. 8 മണിക്കുള്ള ഫ്ലൈറ്റാണ്. 7:30 നോക്കി ഇരിക്കുക. 8 മണിക്കുള്ള ഫ്ലൈറ്റാണ് ഗൈസ്. 7:45 ഇവിടെ ഏത് കുപ്പി എടുക്കണം നോക്കിക്കൊണ്ട്. അയ്യോ, കോമഡി പറഞ്ഞ കോമഡി. ഇന്ന് ഫ്ലൈറ്റ് കയറുന്ന എനിക്ക് വലിയ
ഉറപ്പൊന്നുമില്ല. KSRTC ബസ് കയറാൻ പോണ പോലെയാണ് ഓടണത്. കണ്ടിട്ട് എല്ലാരും ലേറ്റാണ് പോലെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാരാണ് കിച്ചപ്പൂ? ഇതാരാണ്? ചുണ്ടുമണിയാണോ നിങ്ങള്? ചുണ്ടരയാണോ നിങ്ങള്? ഫൈനലി നമ്മള് കേറാൻ പോണല്ലേ തങ്കു? അതെ, വെടിയും പോകുകയും കഴിഞ്ഞത്. ട്രെയിനിന് ഫ്ലൈറ്റ് കയറിയിട്ട് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ കയറാൻ പോണ ഫൈനലി. മനുവിന്റെ പിറന്നാളായിട്ടേ എന്തല്ലേ ഇതിനും വേണൊരു ലക്ക്, ഇതിനും വേണൊരു യോഗം. നമ്മളൊക്കെ ആണെങ്കിൽ പിറന്നാളായി കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകും, തൊഴുക്കും, വീട്ടിൽ പോകും. ഇവരൊക്കെ സ്കോട്ട്ലാൻഡിലേക്കൊക്കെ പോകും. നമ്മളൊക്കെ പിറന്നാളിന് അമ്പലത്തിൽ പോകും, തൊഴുക്കും. അല്ല, പക്ഷെ ഇവിടെ ഓരോ ആൾക്കാർ പിറന്നാളിന് സ്കോട്ട്ലാൻഡിലേക്കൊക്കെയാണ് പോണത്. എന്താണ്? അങ്ങനെ അവസാനം നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകണം, നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഫ്ലൈറ്റ് കയറിയിട്ട് ഞാൻ ഉറപ്പ് വരുത്തുന്നു. തങ്ക അപ്പളെ പറഞ്ഞ സാധനം എന്താണ്? ഈസി ജെറ്റാണ്, ആകാശത്ത് ഗിയറൊക്കെ മാറ്റി ഈസി ആയിട്ട് പോയി. ഇവിടുന്ന് ഒറ്റ തള്ളാണ് അങ്ങോട്ട് കൂടെ പോയി ഒറ്റ ഇറക്കാം. ഏതോ ബംഗാളികളെ കയറ്റിവിടുന്ന സംഘടനയാണെന്ന് തോന്നുന്നത്. എന്താ അല്ല, അവന്റെ ചെവിയിലേക്കുന്ന സാധനം അവിടെ അതാ സ്ട്രോളറിലുണ്ടായിരുന്നല്ലോ. എന്ത് സീറ്റ് ബെൽറ്റ് ഇടണോ? ഓക്കെ ഓക്കെ, ഇതാ സീറ്റ് ബെൽറ്റ് ഇടാം. ഇട്ടുതരാം. നമ്മൾ ഫൈനലി നമ്മൾ ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. സോ നമ്മൾ സ്കോട്ട്ലാൻഡ് പോകാൻ പോവാണ് ഫൈനലി. ലൈക്ക് നമുക്ക് കിട്ടിയ സീറ്റ്സും അടിപൊളി സീറ്റ്സാണ്, കാരണം നമുക്ക് അടുത്തടുത്ത് തന്നെ കിട്ടി. ഏറ്റവും ലാസ്റ്റ് ബോർഡിംഗ് ബസ് എടുത്ത ആളാണ് ഈ മാറൻ. ഏറ്റവും ലാസ്റ്റ്, അത് ഫ്ലൈറ്റ് 8 മണിക്കാണ്, 7:20 മറ്റോ ആണ് നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കുന്നത്. നമ്മൾ ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ കയറിയപ്പോൾ സമ്മതിച്ചില്ല. അങ്ങനെ നമ്മൾ വേറെ അപ്പം പിന്നെ അവിടെ പോയി എല്ലാം ഓട്ടോ ആയിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇതായിരുന്നു. ഞാൻ എപ്പോഴും ഫ്ലൈറ്റ് പോകുമ്പോൾ എപ്പോഴും നേരത്തെ കയറി ഇരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ഫ്ലൈറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് നമ്മളിരിക്കണത്. പക്ഷെ അതുകൊണ്ട് തന്നെ നന്നായി, നമുക്ക് 3 പേർക്ക് അടുപ്പിച്ച് കിട്ടിയ സീറ്റ്. റിലാക്സ്ഡ്. Very warm welcome on board your EasyJet service, shortly departing for Edinburgh with a flight time in the region of 55 minutes. My name is... കുട്ടിയാണോ അച്ഛനാണോ ഇവിടെ അടി ഉണ്ടാക്കണമെന്ന് അറിയില്ല. 2 പേർക്കും വിൻഡോ സീറ്റിലിരിക്കണം വേണ്ട അടി. തങ്കു എന്തേ അടയ്ക്കാൻ പറ്റില്ല, അടയ്ക്കരുത് കേട്ടോ. മോള് പോയോ? അപ്പൊ പോവും. പിന്നാലേക്കിരിക്കും എന്നിട്ട് കാണാം മോള് പോണത്. പിന്നാലേക്കിരിക്കലും വീട് നീ നോക്ക്. ഇവിടെ ഈ സീറ്റ് കാലിയാണ്, അതുകൊണ്ട് തങ്കു വേഗം അവിടെ പോയിരുന്നു. തങ്കുവിന് പൊന്തണത് കാണണം അത്രയും അല്ലേ? തങ്കുവിന് പൊന്തണ്ട് കാണാനല്ലേ പോയത്? പൊങ്ങുന്നത് കാണാനില്ലേ പോയത്? ഇരുട്ടത്താണോ താൻ കാണാൻ പോണത്? അതാ ലൈറ്റ് ഓഫ് ചെയ്തു. കുഴപ്പമില്ല. In case anything falls out. Toilets are located at each end of the cabin and all are fitted with smoke detectors. Smoking is not permitted on board at any time in this menu. We do have a variety of hand-picked hot and cold eats. You can combine this with a soft drink and a snack to create your own meal deal or upgrade. കേസ് നമ്മുടെ ഫ്ലൈറ്റിലെ മെനു ആണ്, നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. കാരണം നമ്മുടെ ഇത് ഈസി ജെറ്റ് അല്ലേ, നമുക്ക് ട്രാവലിംഗ് കുറവല്ലേ. ഇപ്പോഴത്തേക്ക് ഇതിൽ വെജ് കുറുമ, ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 7 പൗണ്ട്സ് 700 രൂപ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളൊന്നും വാങ്ങില്ല, കാരണം ഒരു 3/4 മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ. നമ്മൾ കോട്ടൊക്കെ ഉണക്കാണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഫൈനലി സ്കോട്ട്ലൻഡിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത്. ആ ചേച്ചി എന്തിനാ പിന്നെ നിങ്ങൾ നോക്കി വെക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര പേടിയായി. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്, ഇനി സ്കോട്ട്ലൻഡ് എത്തിയിട്ട് കാണാം. ബൈ.